ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ട്രിഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സൗത്ത് കൊറിയയിൽ തോക്കുകൾ വിൽക്കാൻ ജാക്കിനെ മൂൺബേക്ക് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. രാജ്യത്തെ കർശനമായ നിയമങ്ങൾ അത് ബുദ്ധിമുട്ടാക്കുമെന്ന് ജാക്ക് കരുതുന്നുണ്ടെങ്കിലും കൊറിയയിലെ ജനസംഖ്യയുടെ പകുതി പേർക്കും ഗൺസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാമെന്നതിനാൽ അത് ഏറ്റവും എളുപ്പമുള്ള രാജ്യമാകുമെന്ന് മൂൺബേക്ക് പറയുന്നു. കൊറിയ ഇപ്പോൾ ഒരു മെൻ്റൽ വാറിലാണ്. ഇപ്പോൾ ഒരു ട്രിഗർ വലിച്ചാൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് പറയും. ശേഷം ജോങ്മാൻ ഗോങ് സിയോക്കിനെ കാണാൻ ചെല്ലും. പെട്ടെന്ന് അവൻ്റെ മോന്തക്കൊന്ന് കൊടുക്കും. നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിയിരുന്നല്ലേ? നീ ഗൺ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരു പോലീസ് വന്ന് എന്നോട് ഗൺസിനെ കുറിച്ച് ചോദിച്ചു. എന്നിട്ട് അവൻ ഇവൻ്റെ ഫോട്ടോയും കാണിച്ചു എന്ന് പറഞ്ഞ് യൂട്ടയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അപ്പോൾ ജോങ്മാൻ, ഇതാരാണ്? എനിക്കറിയില്ല ഇവനെ. വെറുതെ നുണ പറയാൻ നിൽക്കരുത്. അപ്പോൾ സത്യമായിട്ടും അറിയില്ലെന്ന് പറയുമ്പോൾ എന്നാൽ നീ പൊക്കോ എന്ന് പറയും. എന്നിട്ട് ജോങ്മാൻ അവൻ്റെ ആളുകളോട് വേഗം ഗൺസ് കണ്ടെത്തണം, എത്രയും പെട്ടെന്ന്. ശേഷം ഗ്യൂജിൻ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പതിവ് പോലെ ബുള്ളീസ് വരും. എന്നിട്ട് ഫുഡ് എടുത്ത് തലയിൽ കൂടെ ഒഴിക്കും. നിന്നെ എനിക്ക് വിടാൻ ഒരു ഉദ്ദേശവും ഇല്ലെന്ന് പറയും. അപ്പോഴേക്കും അവിടേക്കൊരു സാർ വന്ന്, എന്താ പ്രശ്നം, നീ ഓക്കെ അല്ലേ ഗ്യൂജിൻ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കണ്ടിട്ട് ഓക്കെ ആയി തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോരാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം അവൻ്റെ ഫ്രണ്ട് അവനെയും കാത്തു നിൽക്കും. ശേഷം ലീയും സിയോയും കൂടെ ചേർന്ന് ഗൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ ലിസ്റ്റുകളുടെ 20 പേജിലധികം ശേഖരിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് ഇതുവരെ 100 കണക്കിന് ആളുകളുടെ കൈവശം തോക്കുകളുണ്ടെന്നാണ്. എന്നിട്ട് ബെയ്ക്കിന് മെസ്സേജ് അയക്കും. നിനക്ക് ആ അഡ്രസ്സ് നോക്കാൻ പറ്റിയായിരുന്നോ? പറ്റി. അപ്പോൾ എന്തേലും തുമ്പ് കിട്ടിയാൽ അറിയിക്കുമെന്ന് പറയും. അപ്പോൾ ഓക്കെ, മൂൺബേക്കിൻ്റെ എന്തേലും സഹായം വേണേൽ വിളിക്ക്, ഞാനിവിടെ ബോറടിച്ചിരിക്കുക എന്ന് പറയും. ബെയ്ക്ക് അവൻ്റെ ആളുകളോട് എന്ത് വന്നാലും ലീയെ ഒന്നും ചെയ്യരുത്, ഈ കളിയിൽ ബലിയേടാവാൻ വെച്ചേക്കുന്നതാണ് അവനെ എന്ന് പറയും. ശേഷം ബെയ്ക്ക് സ്ട്രീറ്റിൽ ചെന്ന് കുറച്ചു നേരം അവിടെ ഇരിക്കുന്ന ഗ്യൂജിനെ തന്നെ ഇങ്ങനെ നോക്കും. അവൻ്റെ ഫ്രണ്ട്, നീ ഇപ്പോൾ അവരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, നിനക്ക് പേടിയില്ലേ? അപ്പോൾ ഇനിയും പേടിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് പ്രതികരിക്കണം. ആ സമയത്താണ് അവിടെ കുറേ പേര് ചേർന്ന് കൂട്ടയടി നടക്കുന്നത്. ഇതൊക്കെ ബെയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഷൂട്ടിംഗ് കഫേ ഉണ്ട്. അവിടെ മൊത്തം BB പാലറ്റ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബുള്ളറ്റ്സ് അല്ലാത്ത ചെറിയ മണി മാത്രമുള്ള എയർ ഗൺ. അവിടെ നിന്നൊരു തോക്കെടുക്കും. ഇതുകൊണ്ട് ആൾക്കാരെ ഷൂട്ട് ചെയ്യരുതെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബേക്ക് ചെന്ന് ഗ്യൂജിനെ കാണിക്കാൻ വേണ്ടി ആ കൂട്ടയടി നടക്കുന്ന സമയത്ത് അതിലുള്ളവന്മാരെ എല്ലാം ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഷൂട്ട് ചെയ്താൽ മരിക്കില്ല, പക്ഷെ ഭയങ്കര പെയിനായിരിക്കും. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഗ്യൂജിൻ. ബേക്ക് എല്ലാത്തിനെയും വട്ടം ഓടി നടന്ന് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അവന്മാർ കത്തിയൊക്കെ എടുത്ത് നീ ഏതാടാന്ന് ചോദിക്കുമ്പോൾ മൂൺ ബേക്ക് എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യും. ഇതൊക്കെ കണ്ട് ഗ്യൂജിൻ ഇംപ്രസ് ആവും. അവൻ ചെന്ന് നിങ്ങൾ എങ്ങനെ അത് ചെയ്ത്, എന്നെയും ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ ഷൂട്ടിംഗ് കഫേയിൽ നിന്ന് തന്നെ അവന് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് ഒരു തോക്ക് കൊടുത്ത് നിനക്കും പഠിക്കണ്ടേ എന്ന് ചോദിക്കും. ശേഷം ഗ്യൂജിൻ വീട്ടിലെത്തും. അവൻ അമ്മയോട് പോലും സംസാരിക്കാതെ നേരെ ഉറങ്ങാൻ പോകും. അമ്മ എന്നാ ഈ ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് അതവിടെ വെക്കും. നിനക്കെന്താ പനിയാണോ? ഏയ് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. പിറ്റേന്ന് രാവിലെ മൂൺബേക്ക് മിസ്റ്റർ കിമ്മിൻ്റെ ഫോണിലേക്ക് ഗോങ് സിയോക്കിനെ വിളിക്കുന്നു. കിമ്മിൻ്റെ ഫോണ് സിയോക്കിൻ്റെ അടുത്തായിരിക്കുമുള്ളത്. റെഡ് കളറിലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ച പെട്ടികൾക്കായി സ്റ്റോറേജ് റൂമിൽ നോക്കാൻ അവൻ പറയുന്നു. സ്റ്റോറേജ് റൂം മുഴുവനും അത്തരം പെട്ടികളാണ്. ഗോങ് സിയോക്ക് അതിലൊന്ന് തുറക്കുകയും ഒരു തോക്ക് കണ്ട് ഞെട്ടുകയും ചെയ്യും. മിസ്റ്റർ കിമ്മിനെ കൊന്നതിനാൽ തോക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സിയോക്കിനാണെന്ന് മൂൺബേക്ക് പറയുന്നു. ജോങ് മാനും ഈ തോക്കുകൾ തിരയുകയാണെന്ന് മൂൺബേക്ക് പറയുന്നു. കൂടാതെ ഈ ഗെയിമിലെ പ്രധാന കളിക്കാരൻ സിയോക്കാണെന്നും പറയുന്നു. ശേഷം ഗ്യൂജിൻ സ്കൂളിലേക്ക് പോകാൻ നേരം ആ തോക്കും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആ ഗൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവന്മാർ ഓരോരുത്തർക്കും ഡെലിവറി ആയിട്ട് കിട്ടേണ്ട പാക്കേജിൽ ഇത് കൊടുക്കും. എന്നിട്ട് ഡെലിവേർഡ് ആയെന്ന് പറഞ്ഞ് ഫോട്ടോയും അയച്ചു തരാൻ പറയും. ശേഷം ഗ്യൂജിൻ അവൻ്റെ അമ്മയെയും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. ശേഷം ബേക്കിൻ്റെ അസിസ്റ്റൻ്റ് ആ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് തോക്കുമായി സ്കൂളിലേക്ക് പോകുന്നതായി മൂൺബേക്കിന് ഒരു അപ്ഡേറ്റ് കൊടുക്കും.
എന്നിട്ട് ലീയും ബേക്കും തമ്മിൽ കാണുന്നു. നിൻ്റെ ആ അഡ്രസ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അവനത് കൊടുക്കും. ഈ ലിസ്റ്റിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും. നമുക്കത് അന്വേഷിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ശേഷം സ്കൂളിലെ ബുള്ളീസിനെ കാണിക്കുന്നു. എപ്പോഴും ഈ ടീച്ചേഴ്സ് നമ്മളെ വാച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. ശേഷം അവിടെ ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിയിലെ ഡോറ് ആരോ പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഗ്യൂജിൻ ക്ലാസ്സിൽ പോയി ആ തോക്കെടുക്കാൻ നേരം വേറൊരു സ്റ്റുഡൻറ്റ് വന്ന് നിന്നെ ടീച്ചർ വിളിക്കുന്നുണ്ടെന്ന് പറയും. ശേഷം സിഒ ലീയെ വിളിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പൊക്കോണ്ടിരിക്കുക, ഒരു കുട്ടിയുടെ അടുത്ത് ഗണ്ണുണ്ടെന്ന് പറയും. എന്നിട്ട് സ്കൂളിലേക്ക് വിളിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഒരു കുട്ടിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ പേരെന്താ? പേരറിയില്ല, പക്ഷേ നമ്പറുണ്ട്. അങ്ങനെ ആ നമ്പർ പറഞ്ഞു കൊടുത്ത് അത് നോട്ട് ചെയ്യുന്ന നേരത്താണ് ഗ്യൂജിൻ ടീച്ചർ വിളിച്ചതുകൊണ്ട് അവിടേക്ക് എത്തുന്നത്. ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയും. ടീച്ചർ ഗ്യൂജിനോട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, പക്ഷേ ഇപ്പോൾ ടൈമില്ല, പിന്നെ വന്നാൽ മതിയെന്ന് പറയും. ശേഷം കഫ്റ്റീരിയ, എൻട്രൻസ് അങ്ങനെ എല്ലാ സ്ഥലത്തും ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരാണെന്ന് ആർക്കും അറിയില്ല. ശേഷം ബുള്ളീസ് ഗ്യൂജിൻ്റെ ഫ്രണ്ടിനെ തല്ലിക്കൂട്ടുന്നുണ്ട്. ഇതവൻ കാണുന്നുമുണ്ട്. ശേഷം ടീച്ചർ റെക്കോർഡ്സിൽ ആ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും വരുന്നുണ്ടാവില്ല. ഗ്യൂജിൻ നേരെ ചെന്ന് ബാഗ് നോക്കുമ്പോൾ അതിൽ ഗണ്ണുണ്ടാവില്ല, അത് മറ്റവന്മാരെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ നീ ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ഞങ്ങളെ ഷൂട്ട് ചെയ്യൂ? ഞാനും വിചാരിച്ചു നീ എന്നു മുതൽ ഇതുപോലെ ദേഷ്യപ്പെടാൻ തുടങ്ങിയെന്ന്. ഈ കളിത്തോക്ക് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചോ? എന്നിട്ട് ആ ഗണ്ണ് അവന് നേരെ ചൂണ്ടു. ലീ ആ പയ്യൻ്റെ നമ്പറിലേക്ക് കുറേ വിളിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ അവൻ ആ ഗൺ പോയിന്റിൽ നിർത്തും. പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കും. അത് കേട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് ചെല്ലും. പക്ഷേ അത് അവൻ പൊട്ടിച്ച വെടിയായിരിക്കില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ഷൂട്ട് ചെയ്തു പോകുമ്പോഴാണ് ഇത് ഒറിജിനൽ ഗണ്ണാണെന്ന് അവർക്ക് മനസ്സിലാവുക. അങ്ങനെ ടീച്ചർ അവസാനം റെക്കോർഡ്സ് നോക്കി ആ പേര് കണ്ടുപിടിക്കും. അത് ഗ്യൂജിനായിരിക്കില്ല, അവൻ്റെ കൂട്ടുകാരൻ്റെ നമ്പറായിരിക്കും അത്. അവനാണ് ആ വെടി പൊട്ടിച്ചതും. ഗ്യൂജിന് കിട്ടിയതുപോലെ അവനും ഒരു പാക്കേജിലായി ഗൺസ് കിട്ടിയിരുന്നു. അവനെ ഉപദ്രവിച്ചവന്മാരെയെല്ലാം അവൻ കൊല്ലും. എന്നിട്ട് അവിടെയുള്ള എല്ലാത്തിനെയും വെടിവെച്ച് പൊളിക്കാൻ തുടങ്ങും. എല്ലാ എണ്ണവും പേടിച്ച് ഓടാൻ പറ്റാതെ നിൽക്കും. നീ ഓക്കെ അല്ലടെ ഗ്യൂജിൻ എന്ന് ചോദിക്കും. ഇവന്മാർക്ക് ആർക്കും ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയും. അവിടെയുള്ള എല്ലാ ഡോറും പൂട്ടിയത് ഇവനായിരിക്കും. അതിൻ്റെ കീ അവൻ നശിപ്പിച്ചിട്ടും ഉണ്ടാവും. ഒരു ഗണ്ണ് ഗ്യൂജിനും അവൻ കൊടുത്ത് നമുക്ക് റിവെഞ്ച് എടുക്കാമെന്ന് പറയുന്നു. ശേഷം എല്ലാ സ്റ്റുഡൻസും അവിടെ ലോക്കായിക്കാണ്. ഇവൻ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് അവിടേക്ക് ലീയും ബേക്കും എത്തും, പക്ഷെ ലോക്കാണ്. ഉള്ളിൽ എല്ലാവരും ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലീ അവിടെയുള്ള ഗ്ലാസ് പൊളിച്ച് എല്ലാവരെയും പുറത്ത് കടത്തും. പക്ഷെ അവിടുന്ന് ഗ്യൂജിനെ കാണും, പക്ഷെ ഒന്നും ചെയ്യില്ല. ശേഷം എല്ലാ സ്റ്റുഡൻസും നേരെ ലൈബ്രറിയിലേക്ക് ചെന്ന് അവിടെ മൊത്തം അടക്കും. ആ നേരത്താണ് അവൻ കയറി വരുന്നതും. എല്ലാവരും ഉള്ളിലേക്ക് ചെന്ന് ഒളിക്കും. അവൻ അതിൻ്റെ ഗ്ലാസും പൊളിക്കുന്നു. ബുള്ളീസൊക്കെ പേടിച്ചിരിക്കുകയാണ്. അവൻ ആ മെയിൻ ബുള്ളിയുടെ പേര് വിളിച്ച് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പുറത്തേക്ക് വാന്ന് പറയും. ഈ സമയം കൊണ്ട് കുറച്ചു പേര് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നുമുണ്ട്. ആ സമയത്ത് അവരുടെ സാർ അവിടെ ഉണ്ടാവും. നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറയുമ്പോൾ, സാർ ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് എൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾ സഹായിച്ചില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല എന്നും പറഞ്ഞ് വെടിവെക്കാൻ തുടങ്ങും. അങ്ങനെ ലീയും ബേക്കും ലൈബ്രറിയിലേക്ക് എത്തും. അങ്ങനെ അവന് ആ ബുള്ളിയെ അടുത്ത് കിട്ടും. എന്നിട്ട് ട്രിഗർ വലിക്കാൻ നേരം ലീ ഓടിച്ചെന്ന് സ്മൂത്തായി ഒരു തട്ട് തട്ടി അവൻ്റെ ബോധം കളയുന്നു. ആ സമയത്താണ് വേറൊരു വെടിയൊച്ച കേൾക്കുന്നത്. അത് ഗ്യൂജിനായിരിക്കും. ഇതും കണ്ടുകൊണ്ട് അവൻ്റെ ബാക്കിലായി ബേക്ക് നിൽക്കുന്നുമുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.